ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റൈസ് ടു ആർ. നഴ്സിംഗ് സ്റ്റുഡന്റ് ലൈഫ് തുടങ്ങി നമ്മൾ ആദ്യം കാലെടുത്ത് വെക്കുന്ന രണ്ട് പാടുള്ള സബ്ജക്ട്സിലേക്കാണ് അനാട്ടമി ആൻഡ് ഫിസിയോളജി. ശരിയാണ്, അനാട്ടമി ഫിസിയോളജി അത്യാവശ്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. കാരണം നമ്മൾ 12th കഴിഞ്ഞ് ഡയറക്റ്റ് നഴ്സിംഗ് ഇതിലേക്ക് വരുമ്പോഴത്തേനും ഇത്രയും പാടുള്ള സബ്ജക്റ്റുകൾ ഗ്രാസ്പ് ചെയ്യാനും മനസ്സിലാക്കാനും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. മെഡിസിൻ ആവട്ടെ, BSc നഴ്സിംഗ് ആവട്ടെ, അതർ പാരാമെഡിക്കൽ കോഴ്സുകളാവട്ടെ, ഏതെടുത്താലും നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഹ്യൂമൻ ബോഡിയെ പറ്റിയാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ അനാട്ടമി ആൻഡ് ഫിസിയോളജി കോർ സബ്ജക്ട്സ് ആയിട്ട് കണ്ട് നമ്മൾ ഈ പഠനം തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പഠിക്കുന്നത്. നമുക്കാദ്യം അനാട്ടമി ആൻഡ് ഫിസിയോളജി തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് കാണാം. അനാട്ടമി എന്ന് പറയുന്നത് നമ്മുടെ ബോഡി സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിക്കുന്നതാണ്. സോ അതിൻ്റെ അകത്ത് മെയിൻലി ഡയഗ്രാംസ്, അതിന്റെ ഓരോ പാർട്സ്, അതുപോലെ സ്ട്രക്ചേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. പക്ഷെ ഫിസിയോളജി എന്ന് പറയുമ്പോൾ ഈ നമ്മൾ അനാട്ടമി പഠിച്ച ഓരോ പാർട്സിന്റെയും അല്ലെ സ്ട്രക്ചേഴ്സിന്റെയും ഫങ്ഷൻസിനെ പറ്റിയായിരിക്കും പഠിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 മെത്തേഡ്സിനെ പറ്റിയാണ്. എങ്ങനെയാണ് അനാട്ടമി ആൻഡ് ഫിസിയോളജി കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാമെന്നുള്ളത്. ഓരോ കുട്ടിക്കും ഓരോ രീതിയായിരിക്കും, ഓരോ കപ്പാസിറ്റി ആയിരിക്കും ഗ്രാസ്പ് ചെയ്യാനുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഈ മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട്, കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് അനാട്ടമി ഫിസിയോളജി പഠിക്കാൻ പറ്റും. ഞാൻ ഈ പറയാൻ പോകുന്ന 5 മെത്തേഡ്സ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ അത് ഫോളോ ചെയ്ത് എനിക്ക് സക്സസ്ഫുൾ ആണെന്ന് തോന്നിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുക, അത് തന്നെ പഠിക്കുകയാണെങ്കിൽ ജയിക്കാനുള്ള മാർക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ റിവിഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ ചാപ്റ്റർ വൈസും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് ചാപ്റ്റർ തിരിച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക. അങ്ങനെ നമ്മൾ ചാപ്റ്റർ തിരിച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുമ്പോൾ നമ്മൾ ഓരോ ചാപ്റ്ററും ഓർഡറിൽ പഠിക്കുമ്പോൾ അല്ല സിലബസ് നോക്കി പഠിക്കുമ്പോൾ ഏത് ക്വസ്റ്റ്യൻസിനാണ് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏത് ക്വസ്റ്റ്യൻ ആണ് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കേണ്ടത് എന്നൊരു കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ കിട്ടും. നമ്മളിപ്പോ ഫുള്ള് സിലബസ് കംപ്ലീറ്റ് ആക്കിയിട്ട് ലാസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകൂടി ഓടിച്ചു നോക്കാമെന്ന് കരുതാതെ ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മുടെ റിവിഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ സബ്ജക്ട് തുടങ്ങുന്ന ഈവൻ ഫസ്റ്റ് ചാപ്റ്റർ വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓരോ ചാപ്റ്ററും തിരിച്ചുള്ള ക്വസ്റ്റ്യൻസ് എഴുതി ഒരു ബുക്കിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. സെക്കൻഡ് മെത്തേഡാണ് ഡയഗ്രാം ബുക്ക്. നമുക്കറിയാം അനാട്ടമി എന്ന് പറയുന്നത് പടങ്ങൾ മാത്രം, ഡയഗ്രാംസ് മാത്രം വരച്ചാൽ മാർക്കുകൾ ലഭിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് അനാട്ടമി എന്ന് പറയുന്നത്. ഈവൻ ഫിസിയോളജിയിലാണെങ്കിലും നമ്മൾ ഒരുപാട് ഡയഗ്രാംസ് ആഡ് ചെയ്താൽ മാർക്ക് കിട്ടും. നമുക്ക് അതിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു ഡയഗ്രാം ബുക്ക് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ് അനാട്ടമി. അപ്പൊ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ നമുക്ക് സെല്ല് ഒരു ഡയഗ്രാം പഠിക്കാനുണ്ട്. നമ്മൾ ആ ഒരു ഡയഗ്രാം ബുക്ക് എടുത്തു. ആദ്യം സെല്ലിന്റെ സ്ട്രക്ചർ നമ്മുടെ ആ ടെക്സ്റ്റ് നോക്കി കറക്റ്റ് ആയിട്ട് എല്ലാ പാർട്സും അടയാളപ്പെടുത്തി കറക്റ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്നു. പിന്നെ ആ ബുക്കിൽ തന്നെ 1, 2, 3 വട്ടം ഒന്നുകൂടി റഫ് ആയിട്ട് വരച്ച് പഠിക്കുന്നു. അത് അത്രയ്ക്ക് വൃത്തിക്കാവണമെന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ് നിങ്ങൾ എങ്ങനെയാണ് ഡയഗ്രാം വരച്ച് പഠിക്കുന്നതെന്ന്. ഒന്ന് റഫ് ആയിട്ട് വരച്ച് പഠിക്കുന്നു. അതുപോലെ തന്നെ ഓരോന്നും വരും ഈ ഡയഗ്രാം ബുക്കിൽ തന്നെ മാക്സിമം എല്ലാ ഡയഗ്രാമും വരച്ച് പഠിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഓർക്കുക, നമ്മൾ ആദ്യം വരയ്ക്കുന്ന ഡയഗ്രാം കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ, ഓരോ പാർട്സും കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കറക്റ്റ് നല്ല വൃത്തിക്ക് വരച്ചിരിക്കാൻ ശ്രമിക്കുക. ലാസ്റ്റ് എക്സാം ടൈം ആകുമ്പോൾ എക്സാമിന്റെ 1, 2, 3 ദിവസം മുൻപ് നമുക്ക് ഈ ഡയഗ്രാംസ് എല്ലാം കൂടി ഒന്നുകൂടി റീവൈൻഡ് ചെയ്ത് നോക്കാം, ഒന്നുകൂടി മറിച്ച് നോക്കാൻ സാധിക്കുന്നതാണ്. പലയിടത്തും പല ബുക്കുകളിലും പല പേപ്പറുകളും ഒക്കെ ചുമ്മാ റഫായിട്ട് വരച്ച് പഠിച്ചാൽ നമ്മൾ വലിയ ഐഡിയാസ് ഒന്നും കാണുന്നില്ല. ബട്ട് എല്ലാം കൂടി ഒരു കമ്പൈൽ ചെയ്ത് ഒരു ബുക്കിലാക്കുകയാണെങ്കിൽ ലാസ്റ്റ് റെഫറൻസിനായിട്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നതാണ് കോൺസെപ്റ്റ് മാപ്പിംഗ് അല്ലെങ്കിൽ മൈൻഡ് മാപ്പിംഗ്. നിങ്ങൾ അധികം അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല, ബട്ട് അനാട്ടമി പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കോൺസെപ്റ്റ് മാപ്പിംഗ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്കൊരു എക്സാമ്പിൾ കാണാം. ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് ലാരിങ്സ് ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് എങ്ങനെ ഒരു കോൺസെപ്റ്റ് മാപ്പ് തയ്യാറാക്കാമെന്ന് കാണാം. ഈ കാണുന്നതാണ് ഒരു കോൺസെപ്റ്റ് സ്ട്രക്ചർ ഓഫ് ലാരിങ്സിന്റെ ഒരു കോൺസെപ്റ്റ് മാപ്പ്. ഈ സ്ട്രക്ചർ ഓഫ് ലാരിങ്സ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ പല ഹെഡിങ്ങിന്റെ അടിയിലായിട്ടാണ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബട്ട് അതെല്ലാം ഓർഗനൈസ് ചെയ്ത് ഇതുപോലെ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിന്റെ അകത്ത് കാണിച്ചിരിക്കുന്ന പോലെ ലൊക്കേഷൻ, ഫങ്ഷൻസ്, സൈസ്, ലൈനിങ് അങ്ങനെ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ലൊക്കേഷന്റെ അടിയിൽ വരുന്ന പോയിന്റ്സ് ആഡ് ചെയ്യുക, അതുപോലെ ഫങ്ഷൻസിന്റെ അടിയിൽ വരുന്നത് സൈസ്, ലൈനിങ്, ഓരോ ഹെഡിങ്ങിന്റെ അടിയിൽ വരുന്ന പോയിന്റ്സ് ചെറുതായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കുക.
പിന്നെ മെയിൻ സ്ട്രക്ചറൽ പാർട്സ് വരുമ്പോഴത്തേനും കാർട്ടിലേജസ് ഉണ്ട്, ലിഗമെന്റ്സ് ഉണ്ട്, മസിൽസ് ഉണ്ട്, ലൈനിങ് ഉണ്ട്. സോ ഇതിന്റെ ഓരോ പാർട്സിന്റെ അടിയിൽ വരുന്ന പോയിന്റ്സുകൾ ആഡ് ചെയ്യുക. ഇങ്ങനെ ഓരോ ടോപ്പിക്സിനും നമുക്ക് ഇതുപോലെ ഒരു കോൺസെപ്റ്റ് മാപ്പ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എക്സാം ആകുമ്പോഴത്തേനും ഒന്നുകൂടി റിവ്യൂ ചെയ്യാൻ പറ്റും. അതുപോലെ എക്സാമിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കോൺസെപ്റ്റ് മാപ്പ് പോലെ തന്നെ വരച്ചു വെക്കാൻ പാടില്ല. ഇത് നമ്മൾ സെന്റൻസ് ആക്കി എക്സാമിന് എഴുതേണ്ടതാണ്. പിന്നെ നമുക്ക് എല്ലാ ടോപ്പിക്സും ഇതുപോലെ കോൺസെപ്റ്റ് മാപ്പ് ആക്കാൻ പറ്റില്ല, സാധ്യമായ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് വരാൻ മോസ്റ്റ് പ്രോബ്ലി ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മളൊരു കോൺസെപ്റ്റ് മാപ്പ് പോലെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതിനൊരു പ്രത്യേക ബുക്ക് വെക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വേ ഓഫ് സ്റ്റഡിയിങ് ആണ്. ഓരോ കുട്ടികൾക്കും പഠിക്കാനായിട്ട് പല രീതികളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ചിലവരാണെങ്കിൽ ന്യൂമോണിക്സ് യൂസ് ചെയ്യും, ചിലവരാണെങ്കിൽ അക്രോണിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ചിലവര് മറ്റുള്ളവരെ പഠിപ്പിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തോണ്ടായിരിക്കും പഠിക്കുന്നത്, ചിലവർ ഉറക്കെ വായിച്ച് പഠിക്കുകയായിരിക്കും ചെയ്യുന്നത്. സോ അങ്ങനെ പല മെത്തേഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ ന്യൂമോണിക്സും അക്രോണിംസും ഒക്കെ അനാട്ടമി പഠിക്കാൻ കുറച്ചുകൂടി നമുക്ക് ഈസി ആക്കുന്ന മെത്തേഡ്സ് ആണ്. നമുക്കിനി അക്രോണിംസിന്റെ ന്യൂമോണിക്സിന്റെ എക്സാമ്പിൾസ് കൂടി കാണാം. ന്യൂമോണിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ കുറച്ച് സെറ്റ്സ് ഓഫ് വേർഡ്സ് കാണും. ആ വേർഡ്സിന്റെ ഒക്കെ ഫസ്റ്റ് ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഒരു സെന്റൻസ് ഉണ്ടാക്കുന്നു. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പം ബ്ലഡ് സപ്ലൈ ഓഫ് ഹാർട്ട്, അതിൻ്റെ അത് കൊറോണറി ആർട്ടറീസിനെ പറ്റി നമ്മൾ പഠിക്കണം. പല ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാം ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഒരു അക്രോണിം യൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇപ്പം റൈറ്റ് മെൻ പ്ലേ, ലെഫ്റ്റ് കാറ്റ്സ് അറ്റാക്സ്. സോ ഈ രണ്ട് ന്യൂമോണിക്സ് ഉപയോഗിച്ച് നമുക്ക് കൊറോണറി ആർട്ടറിനെ പറ്റി പഠിക്കാം. ഫസ്റ്റ് റൈറ്റ് മെൻ പ്ലേ. റൈറ്റിന്റെ ആർ അതാണ് റൈറ്റ് കൊറോണറി ആർട്ടറി. മെന്നിന്റെ എം എന്ന് പറയുന്നത് മാർജിനൽ ബ്രാഞ്ച് ആൻഡ് പ്ലേയുടെ പി എന്ന് പറയുന്നത് പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ബ്രാഞ്ച്. സോ ഇതാണ് റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ അടിയിൽ വരുന്ന രണ്ട് ബ്രാഞ്ചുകളാണ് മാർജിനൽ ബ്രാഞ്ചും പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ബ്രാഞ്ചും. നെക്സ്റ്റ് ന്യൂമോണിക് ആണ് ലെഫ്റ്റ് കാറ്റ്സ് അറ്റാക്ക്. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി, കാറ്റ്സിന്റെ സി എന്ന് പറയുന്ന സർക്കംഫ്ലക്സ് ആർട്ടറി ആൻഡ് അറ്റാക്കിന്റെ എ എന്ന് പറയുന്ന ആന്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി. സോ ഈ ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ അണ്ടർ വരുന്ന രണ്ട് ബ്രാഞ്ചസ് ആണ് സർക്കംഫ്ലക്സ് ആർട്ടറി, അതുപോലെ തന്നെ ആന്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി. സോ ഇങ്ങനെയാണ് ന്യൂമോണിക്സ് വെച്ച് നമ്മൾ ഓരോ അനാട്ടമിയിൽ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് അക്രോണിംസിന്റെ ഒരു എക്സാമ്പിൾ കാണാം. ഇപ്പോൾ എക്സാമ്പിൾ ലോബ്സ് ഓഫ് ബ്രെയിൻ. ലോബ്സ് വരുന്നത് എത്രയാണ്? 4 ലോബ്സ് ആണ് വരുന്നത്. സോ നമുക്ക് അതിന് അക്രോണിം ക്രിയേറ്റ് ചെയ്യാം. എഫ് പോർട്ട്. എഫ് എന്ന് പറയുമ്പോൾ ഫ്രോണ്ടല്, പി പറൈറ്റല്, ഒ ഒസിപിറ്റല്, ടി എന്ന് പറയുന്ന ടെമ്പറല്. സോ ഇങ്ങനെയാണ് അക്രോണിംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ അക്രോണിംസും ന്യൂമോണിക്സും യൂസ് ചെയ്ത് നമുക്ക് അനാട്ടമി കുറച്ചുകൂടി ഈസിയായി പഠിക്കാവുന്നതാണ്. ദ ഫൈനൽ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രസന്റേഷൻ ഓഫ് ആൻസേഴ്സ് ആണ്. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെയാണ് ഒരു ആൻസർ പ്രസന്റ് ചെയ്യേണ്ടത്, നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ആൻസർ എഴുതണം എന്ന രീതി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഒരു എക്സാമ്പിൾ പറയാം. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെങ്സ് ആണ്. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ലെങ്സ് വിത്ത് എ ഡയഗ്രാം, അല്ലെ പാർട്സ് ഓഫ് ലെങ്സ് വിത്ത് എ ഡയഗ്രാം. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതെങ്ങനെ, ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതെങ്ങനെ പ്രസന്റ് ചെയ്യാം? ലെങ്സ് എന്ന് പറയുന്നത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പാർട്ടാണ്. സോ നമുക്ക് ആദ്യം ഒരു റെസ്പിറേറ്ററി സിസ്റ്റം ഹെഡിങ് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് നേഴ്സോഫാരിങ്സ് മുതൽ ഡയഫ്രം ഇൻക്ലൂഡ് ചെയ്യുന്ന റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഒരു ഡയഗ്രാം ആഡ് ചെയ്യാം. സോ അതിൽ നിന്നും പിന്നെ ലങ്സിലേക്ക് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. ലൈക്ക് അത് കഴിഞ്ഞ് ലങ്സ് എന്ന ഹെഡിങ് കൊടുക്കുന്നു, ലങ്സിന്റെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ വരയ്ക്കുന്നു, മെയിൻ ആയിട്ടുള്ള പാർട്സ് നമ്മൾ മാർക്ക് ചെയ്യുന്നു, ആ പാർട്സിനെ പറ്റി എടുത്ത് എഴുതുന്നു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് വരയ്ക്കാം, ഹിസ്റ്റോളജിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് വരയ്ക്കാം, ലോബ്സ് മാർക്ക് ചെയ്യുക. അങ്ങനെ പല പല സ്ട്രക്ചേഴ്സ് നമ്മൾ ലെങ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ സ്ട്രക്ചേഴ്സ് പഠിച്ചിട്ടുള്ള ഡയഗ്രാംസ് പഠിച്ചിട്ടുള്ള അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇങ്ങനെയാണ് ആൻസറിൽ എഴുതേണ്ട, ആൻസർ പേപ്പറിൽ എഴുതേണ്ടതെന്ന് കരുതി കൂട്ടി തന്നെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്, അനാട്ടമി പഠിക്കുമ്പോൾ തന്നെ, അനാട്ടമിയും ഫിസിയോളജിയും ഒരു പേപ്പറാണ്. അനാട്ടമി പഠിക്കുമ്പോൾ തന്നെ അനാട്ടമിയുടെ പാർട്സിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ ഫിസിയോളജി പഠിക്കുന്നത്. അപ്പൊ ഒരു ചാപ്റ്റർ അനാട്ടമി പഠിക്കുമ്പോൾ ഫിസിയോളജി അതേസമയം കമ്പയർ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതേ ഫങ്ഷൻസ് നമ്മൾ
ഫിസിയോളജിയിൽ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് അറ്റ് എ ടൈം തന്നെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അല്ലാതെ ഒറ്റ സ്ട്രെച്ചിൽ അനാട്ടമി പഠിച്ചു കഴിഞ്ഞിട്ട് 2 ദിവസം ഫുൾ അനാട്ടമി പഠിച്ചു, അതിനുശേഷം 2 ദിവസം ഫുൾ ഫിസിയോളജി പഠിച്ചു, അങ്ങനെ എടുക്കാതെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാനും ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാനും അതുപോലെ തന്നെ എക്സാമിന് ആൻസേഴ്സ് എഴുതാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് എങ്ങനെയാണ് അനാട്ടമി ആൻഡ് ഫിസിയോളജി കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാമെന്ന മെത്തേഡ്സിനെ പറ്റിയാണ്. ഇനി മുന്നോട്ടുള്ള വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കൂട്ടുകാരെ, ഫോളോ us on Instagram and support Rise to Aaron. അപ്പോൾ എല്ലാവരെയും അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.